ലോക മാധ്യമങ്ങൾ ഇന്ന് ഇറാനെ ഒരു ഭീകര രാഷ്ട്രമായാണ് ചിത്രീകരിക്കുന്നത്. ലോക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്ന ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾക്ക് ഫണ്ട് നൽകുന്ന ഒരു രാജ്യമായാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ നോക്കിക്കാണുന്നത്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ നിരന്തരം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും സൈനിക നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശത്രുക്കളായി അമേരിക്കയും ഇറാനും ഇന്ന് മാറിയിരിക്കുന്നു. എന്നാൽ ചരിത്രം എപ്പോഴും ഇങ്ങനെയായിരുന്നില്ല. ഇന്നത്തെ ഈ കൊടിയ ശത്രുതയ്ക്ക് പിന്നിൽ കേവലം കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദത്തിന്റെ കഥയുണ്ട്. അമേരിക്കയും ഇറാനും ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന യാഥാർത്ഥ്യം പലർക്കും അവിശ്വസനീയമായി തോന്നാം. ഇറാനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പുകൾക്കും വലിയ പങ്കുണ്ട്. എങ്ങനെയാണ് ഉറ്റ ചങ്ങാതിമാരായിരുന്ന ഈ രണ്ട് രാജ്യങ്ങൾ ഇന്നത്തെ കൊടിയ ശത്രുക്കളായി മാറിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്ര ആരംഭിക്കുന്നത് 1950കളിൽ നിന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം പ്രധാനമായും രണ്ട് വൻ ശക്തികളുടെ കീഴിലായി മാറി, അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ഈ കാലഘട്ടത്തിൽ ലോകം ഭരിക്കാൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും വേണ്ടിയിരുന്നത്. ഒന്ന്, ലോകത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ക്രൂഡ് ഓയിൽ. രണ്ട്, രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ആണവായുധങ്ങൾ. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുത്തു. സോവിയറ്റ് യൂണിയന്റെ പക്കൽ ആണവായുധവും സ്വന്തമായി വലിയ എണ്ണശേഖരവും ഉണ്ടായിരുന്നു. എന്നാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അവസ്ഥ അതായിരുന്നില്ല. അവർക്ക് ആണവായുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എണ്ണശേഖരം കുറവായിരുന്നു. തങ്ങളുടെ വ്യവസായങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കും അവർക്ക് വലിയ തോതിൽ എണ്ണ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എണ്ണയ്ക്കായി തിരച്ചിൽ ആരംഭിക്കുന്നത്. ഈ തിരച്ചിലിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണശേഖരം ഇറാനിലാണെന്ന് അമേരിക്ക കണ്ടെത്തുന്നത്. അതോടെ അമേരിക്കയ്ക്ക് ഇറാനോട് വലിയ താല്പര്യമായി. അമേരിക്കയ്ക്ക് ഇറാനിൽ നിന്ന് രണ്ട് കാര്യങ്ങളായിരുന്നു വേണ്ടിയിരുന്നത്. ഒന്ന്, കുറഞ്ഞ വിലയിലുള്ള എണ്ണ. രണ്ട്, ഭൂമിശാസ്ത്രപരമായ ഇറാന്റെ സ്ഥാനം. സോവിയറ്റ് യൂണിയന്റെ തൊട്ടടുത്താണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇറാനുമായി സൗഹൃദം സ്ഥാപിച്ചാൽ സോവിയറ്റ് യൂണിയന്റെ നീക്കങ്ങളെ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും തടയാനും അമേരിക്കയ്ക്ക് സാധിക്കുമായിരുന്നു. ഈ ആവശ്യങ്ങൾ മുൻനിർത്തി അമേരിക്ക ഇറാന്റെ ഭരണാധികാരിയായിരുന്ന ഷായുമായി വലിയ സൗഹൃദം സ്ഥാപിച്ചു. അമേരിക്കയിലെ പ്രസിഡന്റുമാർക്ക് ലഭിക്കുന്ന അതേ രാജകീയ സ്വീകരണമാണ് അമേരിക്കയിൽ പോകുമ്പോൾ ഷായ്ക്ക് ലഭിച്ചിരുന്നത്. ഈ സൗഹൃദത്തിന്റെ വ്യവസ്ഥകൾ വളരെ ലളിതമായിരുന്നു. ഇറാൻ അമേരിക്കയ്ക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ നൽകും. പകരം അമേരിക്ക ഇറാൻ ആവശ്യമായ പണം, അത്യാധുനിക ആയുധങ്ങൾ, ആണവ സാങ്കേതിക വിദ്യ എന്നിവ നൽകും. അന്ന് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് തുടക്കമിട്ടത് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ തികച്ചും വിരോധാഭാസമായി തോന്നാം. ഈ സമയത്ത് ഇറാനിലെ നഗരങ്ങൾ അമേരിക്കൻ നഗരങ്ങളെ പോലെയാണ് തോന്നിപ്പിച്ചിരുന്നത്. അമേരിക്കൻ സിനിമകൾ ഇറാനിൽ പ്രദർശിപ്പിച്ചു. അമേരിക്കൻ വസ്ത്രധാരണ രീതികൾ ഇറാനിൽ പ്രചാരത്തിലായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പ്രണയകാലം ലോകത്തിന് തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. 1950കളിലും 60കളിലും ഇറാൻ അതിവേഗം വളരുന്ന ഒരു രാജ്യമായി മാറി. ഇറാന്റെ GDP 8 മുതൽ 9% വരെ വളർച്ച നേടി. വലിയ ഹൈവേകളും ആകാശചുംബികളായ കെട്ടിടങ്ങളും ഷോപ്പിംഗ് മാളുകളും ഉയർന്നു വന്നു. ലോകം കരുതിയത് ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ഒരു ആധുനിക മഹാശക്തിയായി മാറുകയാണ് എന്നാണ്. എന്നാൽ ഈ വലിയ സാമ്പത്തിക വളർച്ച ഒരു മിഥ്യയായിരുന്നു. ഇറാനിലെ സമ്പന്നരായ ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രം ഈ വളർച്ചയുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചു. അവർ പാർട്ടികളിലും ഷോപ്പിംഗിലുമായി സമയം ചിലവഴിച്ചപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വലിയ ദുരിതത്തിലായിരുന്നു. ഇറാന്റെ പകുതിയോളം ഗ്രാമങ്ങളിൽ അന്ന് വൈദ്യുതി പോലും ഇല്ലായിരുന്നു. വിലക്കയറ്റം കുതിച്ചുയർന്നു. തൊഴിലില്ലായ്മ രൂക്ഷമായി. പലയിടത്തും ജനങ്ങൾ പട്ടിണി കിടന്നു. ഇറാന്റെ സ്വന്തം എണ്ണ വിറ്റ് കിട്ടുന്ന വരുമാനത്തിന്റെ 80% പാശ്ചാത്യ കമ്പനികൾ കൊണ്ടുപോകുമ്പോൾ വെറും 20% മാത്രമാണ് ഇറാന്റെ സർക്കാരിന് ലഭിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഇറാന്റെ എണ്ണ ഉപയോഗിച്ച് അമേരിക്കക്കാരും ഇറാനിലെ ചില സമ്പന്നരും കൂടുതൽ പണക്കാരായി മാറിയപ്പോൾ സാധാരണ ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ബുദ്ധിമുട്ടുകയായിരുന്നു. സാധാരണക്കാർ ഈ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇറാന്റെ ചരിത്രം മാറ്റിമറിച്ച ആ സംഭവം നടക്കുന്നത്. 1971 ഒക്ടോബറിൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ 2500ാം വാർഷികം ആഘോഷിക്കാൻ ഇറാന്റെ ഭരണാധികാരിയായ ഷാ തീരുമാനിച്ചു. ഷിറാസ് എന്ന നഗരത്തിൽ അദ്ദേഹം ഒരുക്കിയ ഈ പാർട്ടി ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ പാർട്ടികളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള 62 രാഷ്ട്രത്തലവന്മാർ സ്വന്തം പ്രൈവറ്റ് ജെറ്റുകളിൽ ഈ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തി. പാർട്ടിയുടെ ആർഭാടം അതിരു കടന്നതായിരുന്നു. പാരീസിൽ നിന്ന് 18,000 കിലോഗ്രാം ഭക്ഷണ സാധനങ്ങളാണ് വിമാനത്തിൽ ഇറാനിൽ എത്തിച്ചത്. 25,000 കുപ്പി ഏറ്റവും മികച്ച വിന്റേജ് വൈനുകൾ ഇറക്കുമതി ചെയ്തു. ഈ വൈനുകൾ തണുപ്പിച്ച് സൂക്ഷിക്കാൻ മാത്രം യൂറോപ്പിൽ നിന്ന് ടൺ കണക്കിന് ഐസ് സൈനിക വിമാനങ്ങളിൽ ഇറാനിൽ എത്തിച്ചു. മരുഭൂമി പോലെയുള്ള ആ പ്രദേശം ഒരു പൂന്തോട്ടമായി മാറ്റാൻ യൂറോപ്പിൽ നിന്ന് 15,000 മരങ്ങളും 10,000 പൂക്കളും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു. ഏകദേശം $100 ദശലക്ഷം അന്ന് ഈ പാർട്ടിക്ക് ചിലവായത്. ഇന്നത്തെ നിരക്കിൽ കണക്കാക്കിയാൽ ഏകദേശം $800 ദശലക്ഷം, അതായത് 72,000 കോടി രൂപ.
തന്റെ രാജ്യത്തെ ദരിദ്രരായ കർഷകൻ വരൾച്ചയും പട്ടിണിയും കാരണം വലയുമ്പോഴാണ് ഭരണാധികാരിയായ ഷാ ഈ വമ്പൻ ധൂർത്ത് നടത്തിയത്. ഈ പാർട്ടിയിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ലെന്ന് മാത്രമല്ല, അവരെ അവിടെ നിന്നും വളരെ അകലെ നിർബന്ധപൂർവ്വം മാറ്റി നിർത്തുകയും ചെയ്തു. ജനങ്ങളുടെ കോപം ആളിക്കത്താൻ ഈ ഒറ്റ സംഭവം മതിയായിരുന്നു. ഇത് ഇറാന്റെ തെരുവുകളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തി. ജനങ്ങളുടെ രോഷം ക്രമേണ ഒരു വലിയ വിപ്ലവമായി മാറി. 1979 ആയപ്പോഴേക്കും ഷായ്ക്കെതിരെയുള്ള പ്രക്ഷോഭം അതിന്റെ പാരമ്യത്തിലെത്തി. ആയത്തുള്ള ഖൊമേനി എന്ന മതനേതാവായിരുന്നു ഈ വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ചത്. ജനങ്ങളുടെ വലിയ പിന്തുണയോടെ ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള വിപ്ലവകാരികൾ ഷായെ അധികാരത്തിൽ നിന്നും പുറത്താക്കി. ഷാ രാജ്യത്ത് നിന്നും പലായനം ചെയ്തു. ഖൊമേനി ഇറാന്റെ പരമോന്നത നേതാവായി അധികാരമേറ്റു. അധികാരത്തിൽ വന്നയുടൻ ഖൊമേനി എടുത്ത 3 പ്രധാന തീരുമാനങ്ങളാണ് അമേരിക്കയെ ഇറാന്റെ ബദ്ധശത്രുവാക്കി മാറ്റിയത്. അദ്ദേഹം ഇറാനിലെ ജനാധിപത്യം അവസാനിപ്പിക്കുകയും ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരമുള്ള ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇറാന്റെ എണ്ണ ഖനനം ചെയ്തിരുന്ന അമേരിക്കൻ, ബ്രിട്ടീഷ് കമ്പനികളുമായുള്ള എല്ലാ കരാറുകളും അദ്ദേഹം റദ്ദാക്കി. ഇനി മുതൽ ഇറാന്റെ എണ്ണ ഇറാൻ തന്നെ വിൽക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. 1979 ഇറാനിലെ വിദ്യാർത്ഥികൾ ടെഹ്റാനിലെ അമേരിക്കൻ എംബസി ആക്രമിച്ച് 52 അമേരിക്കക്കാരെ ബന്ദികളാക്കി. 444 ദിവസത്തോളം ഇവരെ തടവിലാക്കി. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടമായി കണ്ട് ഖൊമേനി ഈ നീക്കത്തെ പരസ്യമായി പിന്തുണച്ചു. കൂടാതെ അമേരിക്കയുമായി സഹകരിച്ച് നടത്തിയിരുന്ന ഇറാന്റെ ആണവ പദ്ധതികൾ ഖൊമേനി നിർത്തിവെക്കുകയും അതിൽ പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രജ്ഞരെ പിരിച്ചുവിടുകയും ചെയ്തു. ഈ സംഭവങ്ങളോടെ അമേരിക്കയ്ക്ക് ഇറാനോടുള്ള സമീപനം പൂർണ്ണമായും മാറി. അമേരിക്കൻ പൗരന്മാരെ ബന്ദികളാക്കിയതും തങ്ങളുടെ എണ്ണ കമ്പനികളെ പുറത്താക്കിയതും അമേരിക്കയെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചു. അമേരിക്ക ഇറാന്റെ $12 ബില്യൺ ആസ്തികൾ മരവിപ്പിച്ചു. ഇറാനെ പാഠം പഠിപ്പിക്കാൻ അമേരിക്ക ഒരു പരോക്ഷ യുദ്ധത്തിന് രൂപം നൽകി. ഇറാന്റെ അയൽരാജ്യമായ ഇറാഖിന്റെ ഭരണാധികാരി സദ്ദാം ഹുസൈന് അമേരിക്ക പണവും ആയുധങ്ങളും വിവരങ്ങളും നൽകി ഇറാനെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചു. ഇതനുസരിച്ച് 1980 സെപ്റ്റംബറിൽ ഇറാഖ് ഇറാനെ ആക്രമിച്ചു. 8 വർഷം നീണ്ടുനിന്ന ഈ ക്രൂരമായ യുദ്ധത്തിൽ ഏകദേശം 5 ലക്ഷത്തോളം മനുഷ്യർ കൊല്ലപ്പെട്ടു. 2 രാജ്യങ്ങളുടെയും സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു. ഈ യുദ്ധത്തിൽ അമേരിക്ക സദ്ദാം ഹുസൈനൊപ്പം നിന്നു. എന്നാൽ പിന്നീട് ഇതേ സദ്ദാം ഹുസൈൻ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമാക്കി കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ അമേരിക്ക 30 രാജ്യങ്ങളെ സംഘടിപ്പിച്ച് സദ്ദാമിനെതിരെ യുദ്ധം ചെയ്യുകയും ഇറാഖിനെ തകർക്കുകയും ചെയ്തു. ഒടുവിൽ 2006 അമേരിക്കയുടെ പിന്തുണയോടെ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ വലിയ ഇരട്ടത്താപ്പ് ഇറാൻ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ലിബിയയിലെ ഗദ്ദാഫിയെയും ഇറാഖിലെ സദ്ദാം ഹുസൈനെയും അമേരിക്ക എങ്ങനെയാണ് തകർത്തതെന്ന് ഇറാൻ നേരിട്ട് കണ്ടതാണ്. അമേരിക്ക തങ്ങളെ 4 പാട് നിന്നും വളയുകയാണെന്ന് ഇറാന് മനസ്സിലായി. ഇറാന്റെ പടിഞ്ഞാറ് ഇറാഖിൽ 1.5 ലക്ഷത്തോളം അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചു. കിഴക്ക് അഫ്ഗാനിസ്ഥാനിലും അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ ഉണ്ടായി. തെക്ക് ഭാഗത്ത് പേർഷ്യൻ ഗൾഫിൽ ബഹ്റൈൻ കേന്ദ്രീകരിച്ച് അമേരിക്കൻ നാവികസേന നിലയുറപ്പിച്ചു. ഇതിനെല്ലാം പുറമെ പടിഞ്ഞാറ് ഭാഗത്ത് ഇസ്രയേലിന്റെ പക്കൽ നിരവധി ആണവായുധങ്ങളുണ്ട്. ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭയം ഇറാനുണ്ടായി. ഇതിൽ നിന്നും രക്ഷ നേടാൻ ആകെയുള്ള ഒരേയൊരു വഴി സ്വന്തമായി ആണവായുധം നിർമ്മിക്കുകയാണെന്ന് ഇറാന് ബോധ്യപ്പെട്ടു. അങ്ങനെ 1984 ഇറാൻ തങ്ങളുടെ ശാസ്ത്രജ്ഞരെ തിരികെ വിളിച്ച് ആണവ പദ്ധതികൾ പുനരാരംഭിച്ചു. എന്നാൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ ഇസ്രയേലും അമേരിക്കയും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടാകുന്നത് അവരുടെ അസ്തിത്വത്തിന് തന്നെ വലിയ ഭീഷണിയായിരുന്നു. വർഷങ്ങൾ നീണ്ട ഉപരോധങ്ങൾ കാരണം ഇറാന്റെ സമ്പദ്വ്യവസ്ഥ തകർന്നടിഞ്ഞു. ഒടുവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറായി. തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തരികയാണെങ്കിൽ ആണവ പദ്ധതികൾ നിർത്തിവെക്കാമെന്ന് ഇറാൻ അമേരിക്കയെ അറിയിച്ചു. ഇതിൻ പ്രകാരം 2015 അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഭരണകൂടം ഇറാനുമായുള്ള ഒരു ചരിത്രപരമായ ആണവ കരാറിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ മരവിപ്പിക്കുകയും അമേരിക്ക ഉപരോധങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ 2018 അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നതോടെ കാര്യങ്ങൾ വീണ്ടും മാറി മറിഞ്ഞു. ഈ കരാർ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കരാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് അതിൽ നിന്നും അമേരിക്കയെ ഏകപക്ഷീയമായി പിൻവലിച്ചു. ഇറാനുമേൽ വീണ്ടും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇത് ഇറാന് വലിയൊരു തിരിച്ചടിയും വിശ്വാസവഞ്ചനയുമായിരുന്നു. സമാധാനത്തിന്റെ പാത സ്വീകരിച്ചിട്ടും അമേരിക്ക തങ്ങളെ ചതിച്ചതോടെ ഇറാൻ ഒരു അന്തിമ തീരുമാനമെടുത്തു. ഇനി എന്തു വില കൊടുത്തും ആണവായുധം നിർമ്മിക്കും എന്നതായിരുന്നു ആ തീരുമാനം. ഈ തീരുമാനമാണ് ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്ന ഇറാന്റെ ആണവ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം. ഇറാൻ എന്ന രാജ്യം ലോകത്തിന്റെ സമാധാനം കെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ പതിറ്റാണ്ടുകളായി തങ്ങൾ നേരിടുന്ന വഞ്ചനകളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു കവചം ഒരുക്കുകയാണ് തങ്ങൾ എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്.
ഈ ലോകത്ത് പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്സിൽ സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല. സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്ക-ഇറാൻ ബന്ധത്തിന്റെ ഈ ചരിത്രം. ഒരു കാലത്തെ ഉറ്റ ചങ്ങാതിമാർ സാമ്പത്തികവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങളുടെ പേരിൽ എങ്ങനെ ബദ്ധശത്രുക്കളായി മാറി എന്നത് വരും തലമുറകൾക്ക് വലിയൊരു പാഠമാണ്.